കുടുംബ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കുടുംബ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. മോളെ മോളെ അപ്പച്ചനൊരു ചായ കൊടുക്കണേ. ഞാൻ പള്ളിയിൽ പോവാൻ നേരെ ഒരുപാടായി. പോട്ടെ. വെള്ളമില്ല. ഇച്ചായ, അടുക്കളയിൽ ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ചായ ഉണ്ടാക്കുക? കറണ്ട് ഇന്നലെ പോയതല്ലേ, ടാങ്കിലൊട്ടും വെള്ളം ഉണ്ടാകില്ല. നീ ആ കിണറ്റിൽ പോയിച്ച് വെള്ളം എടുത്തോണ്ട് വാ. മോളെ, ത്രേസ്യേ, ഒരു ഗ്ലാസ് ചായ എടുത്തേ. വല്ലാത്തൊരു പരവേശം. മോള് തന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ പോയത്. അല്ല, അപ്പച്ചന് ചായ കൊടുത്തില്ലേ മോളെ? ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. സോഫി, ഒരു ബക്കറ്റ് വെള്ളം നിനക്ക് കോരാൻ മേലായിരുന്നോ? എനിക്ക് വയ്യായിരുന്നു. പിന്നെ വെള്ളം കോരാനല്ലേ എന്നെ കെട്ടിച്ചു വിട്ടത്. എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. സാരില്ല, നീ ചെല്ലേ. നിനക്കത് എന്ത് പറ്റി സോഫി? നമുക്ക് ഇവിടുന്ന് മാറണം ഇച്ചായ. എനിക്കെല്ലാരും ഒറ്റയ്ക്ക് നോക്കാൻ വയ്യ. നമുക്ക് ഇവിടുന്ന് മാറി ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കാം. ഇനി എന്തിനാ വേറൊരു വീട്? ഇതാ നിന്റെ വീട്. എല്ലാവരും കൂടെ സ്നേഹത്തോടെ കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇവിടുത്തെ ജോലികളൊക്കെ നീ കൂടെ കൂടി ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും. സുന്ദരമായ നാടകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശുഭ പരിവസായിയായ ഒരു നാടകം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ആ നാടകത്തിൽ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഒരു നാടകത്തിൽ മുഖ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഉപകഥാപാത്രങ്ങളുണ്ട്. മുഖ്യ കഥാപാത്രത്തെ ആശ്രയിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബവും. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായി മുഖ്യമായും ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരുണ്ട്. ഈ മുഖ്യ ദൗത്യം നിർവഹിക്കുന്നവരെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഉപദൗത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവരായ ആളുകൾക്കറിയാം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നത് കുടുംബനാഥനും കുടുംബനാഥയും തന്നെയാണ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെയാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർ നിർവഹിക്കുന്ന അല്ലെങ്കിൽ നിർവഹിക്കേണ്ട ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമല്ല ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, വിവിധ സീനുകളുണ്ട്. ഒന്നാമത്തെ സീനിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമായിരിക്കുകയില്ല രണ്ടാം സീനിൽ വരുന്നത്. രണ്ടാം സീനിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തെ പിന്നെ കണ്ടു എന്ന് വരികയില്ല. എന്നാൽ ഈ കഥാപാത്രങ്ങളെല്ലാം ഈ നാടകത്തെ വിജയിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ നിലകൊള്ളുകയാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
ഓരോരുത്തരും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുമ്പോൾ മറ്റൊരാളുടെ ദൗത്യ നിർവഹണം ഈ ആളുടെ ദൗത്യ നിർവഹണത്തിന് പ്രധാനപ്പെട്ടതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു നാടകം വിജയകരമാകാൻ മുഖ്യ കഥാപാത്രവും അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളും മാത്രം മതിയെന്ന്? ഉദാഹരണത്തിന് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജകൊട്ടാരത്തെ സംബന്ധിച്ചുള്ള നാടകം അവതരിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചെറിയ ഭടന് പോലും ആ വ്യക്തിയുടേതായ ദൗത്യമുണ്ട് നിർവഹിക്കാൻ. നിൻ്റെ സാന്നിധ്യമോ നിൻ്റെ ഒരു വാക്കോ ഈ നാടകത്തിന് വേണ്ട എന്ന് മുഖ്യ കഥാപാത്രം പറഞ്ഞാൽ ആ നാടകം വിജയിക്കില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബവും. ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഉള്ള ഉത്തരവാദിത്വം പോലെ തന്നെ ഓരോ മകനും മകൾക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് വിവിധ സമയങ്ങളിലാണ്. വിവാഹം കഴിക്കുന്ന നാളിൽ കുടുംബത്തിൽ മക്കളില്ലല്ലോ. വിവാഹശേഷം 1, 2, 3 വർഷങ്ങൾക്ക് ശേഷം മക്കൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു കുഞ്ഞിന് പിന്നാലെ മറ്റ് ഒരു കുഞ്ഞ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഉത്തരവാദിത്വം, സ്ഥാനം, ദൗത്യം ഒക്കെ ഉണ്ട്. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ അപ്പൻ്റെയോ അമ്മയുടെയോ മകനോ മകളോ ആയി രംഗപ്രവേശം ചെയ്യുന്ന വ്യക്തികളെക്കാൾ വ്യത്യസ്തമായി മറ്റു കുടുംബങ്ങളിൽ നിന്ന് ഈ കുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് മരുമകനോ മരുമകളോ ഒക്കെ. ഏതായാലും ഒരു നാടകത്തിൽ എന്നതുപോലെ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ ആളുകൾ വന്നും ചേർന്നും ഇരിക്കുന്നു. ഓരോരുത്തർക്കും പരസ്പരം അംഗീകരിക്കാൻ സാധിക്കണം. ഞാനൊരു നാടകത്തോട് ബന്ധപ്പെടുത്തി ജീവിതത്തെ അവതരിപ്പിച്ചത് അടുത്തയിടെയായി ചില പ്രശ്നങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം അംഗീകരിക്കുന്നതിനോട് ബന്ധപ്പെടുത്തി ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമകൾ, ഈ മരുമകളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബമാകുന്ന നാടകത്തിൻ്റെ 2-മത്തെയോ 3-മത്തെയോ സീനിൽ പ്രത്യക്ഷപ്പെടുന്നയാളാണ്. പക്ഷേ ഇവൾക്കും ആ കുടുംബത്തിൽ അവളുടേതായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം അനന്യമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ മകൻ്റെ ഭാര്യയുടെ ആ കുടുംബത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യം അമ്മായിയമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അമ്മായിയപ്പന് ചെയ്യാൻ പറ്റില്ല. മരുമകൾ നല്ലൊരു മരുമകളായി ആ കുടുംബത്തിൽ ശോഭിക്കാൻ തക്കവിധം അവൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഈ കുടുംബത്തിൽ ഇതിനു മുൻപ് തന്നെ പ്രത്യക്ഷപ്പെട്ട ആ കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്ന കുടുംബനാഥനും നാഥയും ഒപ്പം ഈ ഭർത്താവിൻ്റെ മറ്റ് സഹോദരൻ
വ്യക്തിയുടെ അസ്തിത്വത്തെ, നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവരുത്. ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന മരുമകനാകട്ടെ, മരുമകളാവട്ടെ, മറ്റൊരാളാവട്ടെ, അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന സംവിധാനത്തെ ഒന്ന് കശക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിടിച്ചു നിൽക്കണം. അവിടെ അന്ന് വരെ ഉണ്ടായിരുന്ന സംവിധാനത്തെയും ബന്ധങ്ങളെയൊക്കെ തൊഴിച്ചു മാറ്റുന്ന രീതി. എനിക്ക് തോന്നുന്നു പരസ്പര ആദരവും അംഗീകാരവും ഏത് കുടുംബത്തിൽ കൊടുക്കാൻ സാധിക്കുന്നുവോ അവിടെ പരസ്പരം വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ വിശകലനം ചെയ്യുന്ന ഓരോ കുടുംബത്തിനും ഒരു പൊടിക്കുഞ്ഞിന് പോലും ആ കുടുംബത്തിൽ അനന്യമായ ഒരു ദൗത്യമില്ലേ? ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ പുതുതായി കുടുംബജീവിതം നയിക്കുന്നവരോടാണ്. പുതുതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശനം ചെയ്യുന്ന ചില ആളുകൾ പെട്ടെന്ന് തീരുമാനിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? നമുക്ക് ആദ്യം തന്നെ കുടി മാറിയേക്കാം. കുടി മാറുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് പോയേക്കാം, ഫ്ലാറ്റിലേക്ക് പോയേക്കാം, ഈ തറവാട്ട് കുടുംബത്തിൽ നിങ്ങൾ മാറി താമസിച്ചേക്കാം. ഒരുപക്ഷെ ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് വരുന്ന ഈ പെണ്ണോ അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ചെറുക്കനോ വിചാരിക്കുന്നത് എന്താണ്? ഈ തറവാട്ട് കുടുംബത്തിൽ ജീവിച്ചാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പുതുതായി വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ആ വ്യക്തികൾക്ക് മുൻകൂറായിട്ട് തന്നെ നിലനിൽക്കുന്ന ഈ കുടുംബ സംവിധാനത്തിന് അതിലെ സ്ഥായീഭാവമുള്ള അംഗങ്ങൾക്ക് പല രീതിയിലും പലതും ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പഴമക്കാരൊക്കെ ഈ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തറവാട്ട് കുടുംബത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പെട്ടെന്ന് വാടക വീട്ടിലേക്ക് മാറിയിരുന്നില്ല, അല്ലെ ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നില്ല. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ കുടുംബജീവിതം നയിച്ചു പോകുന്ന വ്യക്തികൾക്ക് അവിടുത്തെ ഒരു പൊടി കുഞ്ഞിന് പോലും പുതുതായി രൂപം കൊടുത്ത ഈ കുടുംബത്തിന് പല കാര്യങ്ങളിലും പിന്തുണ നൽകാൻ സാധിക്കും. അത്തരത്തിൽ അത് വലിയൊരു നേട്ടമാണ്. ഏതായാലും ഒരു കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും ഉള്ള സ്ഥാനത്തെ അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ചില ഇടങ്ങളിലെങ്കിലും അമ്മായിയമ്മമാർ അല്ലെങ്കിൽ മരുമക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കാനായി ഒരു ശ്രമം ഈ ആളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി, മരുമകളുടെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ നാത്തൂൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുണ്ടാവാനായിട്ട് പാടില്ല. ഓരോ വ്യക്തിക്കും ആ വ്യക്തി ആ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുന്നത് കൊണ്ട് ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത, മറന്നു കളയാൻ പറ്റാത്ത ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ തീർച്ചയായും ന്യായമായ കാര്യമാണ്. ഒരു ഭാര്യയ്ക്കുള്ള അവകാശമല്ല അമ്മയ്ക്കുള്ളത്, അമ്മയ്ക്കുള്ള അവകാശമല്ല പെങ്ങൾക്കുള്ളത്, പെങ്ങൾക്കുള്ള അവകാശമല്ല അനിയനുള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായ അവകാശമുണ്ട്. അത് സ്വന്തമാക്കാനായിട്ട് ഒരിക്കലും മറ്റൊരാൾ തടസ്സം നിൽക്കാനായിട്ട് ഇടയാവരുത്. ഇനിയും ഈ അടുത്തയിടെയായി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ചിലരിലുള്ള ഒരു ന്യൂനത എടുത്തു കാട്ടിക്കൊണ്ട് ഈ ഭാഗം നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിതാണ് ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് വിവാഹ ജീവിതം തുടർന്നു പോകുന്ന മനോഭാവം. ഞാൻ കൃത്യമായ ഒരു സംഭവം ഓർക്കുകയാണ്. അടുത്തയിടെ വിവാഹം ചെയ്ത യുവാവും യുവതിയും അവർ മാനസികമായ അകൽച്ചയിലായി. 1-2 സെഷൻ ഞങ്ങൾ ഒന്നിച്ചിരുന്നു, സംസാരിച്ചു. ഈ 2 സെഷൻ ഒന്നിച്ചിരുന്ന് സംസാരിച്ചെല്ലാം കേട്ട് ഇനി ഒന്നിച്ച് ജീവിക്കാനായിട്ട് തയ്യാറായി ഈ ഭാര്യയും ഭർത്താവും വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. പക്ഷേ പിന്നീട് ഈ ഭാര്യ വിളിച്ചിട്ട് എന്നോട് അവൾ എഴുതി വെച്ച് കുറേ വ്യവസ്ഥകൾ വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ എൻ്റെ ഭർത്താവ് തയ്യാറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയായി കഴിഞ്ഞോളാം. ഭാര്യ ഭർത്തൃബന്ധമെന്ന് പറയുന്നത് വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ളൊരു ജീവിതമല്ല. നിങ്ങളുടെ അമ്മയെ ഇറക്കി വിട്ടാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഭാര്യയായി കഴിയാം, അല്ലെങ്കിൽ
നിങ്ങളുടെ പെങ്ങളെ ഇറക്കി വിട്ട് ഞാൻ അവിടെ ഭാര്യയായി കഴിഞ്ഞോളാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ ഭാര്യയായിട്ട് കഴിഞ്ഞോളാം. ഇത്തരത്തിലുള്ള വ്യവസ്ഥ ഭാര്യയ്ക്കോ ഭർത്താവിനോ വയ്ക്കാൻ പറ്റില്ല. കാരണം ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് വ്യവസ്ഥകൾക്ക് അതീതമാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും ഭാര്യയോ ഏതെങ്കിലും ഭർത്താവോ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം ആരോഗ്യകരമായി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടലുള്ള ജീവിതമായിരിക്കും. ആർക്കെങ്കിലും ശ്വാസം മുട്ടലോടുകൂടെ ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ട് വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധവും ജീവിതവും ശ്വാസം മുട്ടലുള്ള ജീവിതമാണ്. ആ ജീവിതം എപ്പം വേണേലും അവസാനിക്കാം. ആർക്കും ഒരു പ്രതീക്ഷയും വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ കുടുംബത്തിലും ഒരു നാടകത്തിൽ എന്നതുപോലെ ഓരോ വ്യക്തിക്കും ദൗത്യവും ഉത്തരവാദിത്വവും അവകാശവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിഷേധിക്കാനായിട്ട് ആരുടെയും ഭാഗത്തു നിന്ന് ഒരു പരിശ്രമവും ഉണ്ടാവരുത്. പരസ്പരം ആദരിക്കുന്ന മനോഭാവം, ആ ആദരവിൽ നിന്ന് കുറവ് പറയാതെ അന്യോന്യം നന്മ പറയുന്ന ഒരു മനോഭാവം, അങ്ങനെ ആകുമ്പോൾ പരസ്പരം ചേർന്ന് നിൽക്കാനായിട്ട് എളുപ്പമായി. പിന്നെ കുടുംബജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ വേറൊരു മാർഗവും നാം തേടേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയാണ്. ഞാനീ പറഞ്ഞ തലത്തിലുള്ള മാതൃകാപരമായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. കുറവുകളുള്ള കുടുംബങ്ങളെ കാണുന്നുണ്ടെങ്കിലും അങ്ങിങ്ങായി നാം ഞങ്ങൾ എത്രയോ മാതൃകാപരമായ കുടുംബങ്ങളെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നമുക്കിപ്പോൾ പരിചയപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോർജ്, വീട്ടുപേര് വായ്പുകാട്ടിൽ. ഞാൻ കക്കയം KSEBയിൽ സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഭാര്യ മിനി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം പൂർത്തിയായി. ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണുള്ളത്. മൂത്തയാൾ സെമിനാരിയിൽ 7ാം വർഷം പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 9ൽ പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 8ൽ പഠിക്കുന്നു. ഞങ്ങളുടെ കൂടെ ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. ചാച്ചന് കച്ചവടമായിരുന്നു. അതൊരു 4-5 വർഷമായി കച്ചവടം നിർത്തി. കച്ചവടം നിർത്തി 2 വർഷം കഴിഞ്ഞപ്പം ചാച്ചന് ക്യാൻസറാണെന്നുള്ള അറിഞ്ഞു. അത് കഴിഞ്ഞൊരു 2.5 വർഷം ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. 2.5 വർഷം കഴിഞ്ഞപ്പം ചാച്ചൻ മരിച്ചു. അപ്പം ചാച്ചന് ഒക്കെ കൃത്യമായിട്ടും മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നതും നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ ഭാര്യ തന്നെയാണ്. ഹോസ്പിറ്റലിൽ അധിക കാലമൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. അത് കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വന്നാൽ ട്രിപ്പ് ഇടുന്ന അവസാനത്തെ ഒരു 6 മാസത്തോളം ട്രിപ്പ് ഇട്ട് തന്നെയാണ് ചാച്ചൻ ജീവിച്ചിരുന്നത്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഭാര്യ തന്നെയായിരുന്നു ട്രിപ്പ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ രാവിലെ 8 മണിയാകുമ്പം ഓഫീസിൽ പോകും. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം സാധാരണ ഒരു 5:30-6 മണി ശേഷമാണ് വരുന്നത്. ആ സമയങ്ങളിൽ ചാച്ചന് എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വരികയാണെങ്കിൽ ഭാര്യ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വിളിച്ച് പറയുള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ചെയ്യാറ് സാധാരണ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്ന കാലം മുതൽ ചാച്ചനും അമ്മയും 2 ചേട്ടന്മാരുണ്ടായിരുന്നു, 3 പെങ്ങന്മാരും. എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. പെങ്ങന്മാരെ 2 പേരെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമായിരുന്നു കെട്ടിച്ചു വിട്ടത്. നല്ല ഫ്രണ്ട്സിനെ പോലെ ഞങ്ങൾ കഴിഞ്ഞു. അച്ചാച്ചനും നല്ല ഫ്രണ്ട്സിൻ്റെ പോലെയായിരുന്നു പിള്ളേരോട് എല്ലാവരോടും ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം അച്ചാച്ചന് അസുഖം വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ചാച്ചൻ നന്നായി അഡ്ജസ്റ്റ് ചെയ്യുകയും അസുഖത്തെ നന്നായിട്ട് അംഗീകരിച്ച് ഞങ്ങളോട് എല്ലാത്തിനും സഹകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു 45 ദിവസത്തിന് കൂടുതലൊന്നും ജീവിക്കില്ല എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന്. അതൊരു ചികിത്സയൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിലുള്ള ഒരു പച്ചമരുന്നായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ പള്ളിയിൽ പോരുകയും നടക്കാൻ പറ്റാത്തപ്പോൾ പോലും ഞങ്ങൾ കൈ പിടിച്ച് പള്ളിയിൽ പോകാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഈ 2.5 വർഷവും പള്ളിയിൽ പോരുമായിരുന്നു. മരിക്കുന്നതിനൊരു മാസം മുന്നേ വരെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു. അച്ചാച്ചന് അത്ര പ്രായമൊക്കെ ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്ന കാര്യത്തിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളോട് ഒത്തിരി സഹകരിക്കും. ഒത്തിരി വേദനകളൊന്നും നമ്മളെ അറിയിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊത്തിരി നോക്കാൻ എളുപ്പമായിരുന്നു. ഒരു ദേഷ്യം കാണിക്കുകയോ, സാധാരണ ക്യാൻസർ രോഗികൾ പൊതുവേ ദേഷ്യക്കാരാന്നൊക്കെ പറയും, പക്ഷേ അച്ചാച്ചൻ ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആര് വന്നാലും അവരോട് സംസാരിക്കുകയും, പൊതുവേ ആൾക്കാർക്ക് ക്യാൻസർ രോഗികളെ വരാനൊരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ അച്ചാച്ചൻ്റെ അടുത്ത് എല്ലാവർക്കും വരാൻ ഇഷ്ടമായിരുന്നു. അച്ചാച്ചനും അവരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യമായിരുന്നു. ചാച്ചനും അമ്മയ്ക്ക് ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു. ഞങ്ങൾ മൂത്ത 3 പേര്, 3 ആണുങ്ങളും. എൻ്റെ ഇളയത് 3 പെണ്ണുങ്ങളായിരുന്നു. ആണുങ്ങളുടെ ഇളയത് ഞാനാണ്. ഇവിടെ കുടിയേറിയ കാലം മുതലേ ചാച്ചനൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളപ്പം ഈ കച്ചവടം കൊണ്ടും ഒക്കെയാണ്. കൃഷി ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ കച്ചവടം കൊണ്ട് തന്നെയായിരുന്നു ജീവിച്ചു പോകുന്നത്. അപ്പം ചാച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടാണ് ഈ നിലയിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടത്. ഇപ്പം ഞങ്ങളിൽ 5 പേർക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്. ഒരു പെങ്ങൾക്ക് മാത്രമേ ജോലി ഇല്ലാത്തതുള്ളൂ. ബാക്കി ഞങ്ങൾ 5 പേർക്കും
സർക്കാർ ജോലിയുണ്ട്. അമ്മയും മരുന്നൊക്കെ കഴിച്ചാണ്. അമ്മയ്ക്ക് പ്രഷറും പ്രമേഹവും അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മ അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യും. ഞായറാഴ്ച മാത്രമേ ഇപ്പോൾ പള്ളിയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ചില വിശേഷക്കാർ ആരേലും മരിച്ച് അവധിക്ക് കുർബാന ചെല്ലിക്കുകയാണെങ്കിൽ അതിനേ പോകലുള്ളൂ. ഞായറാഴ്ച പറ്റുമെങ്കിൽ സുഖമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പോകും. പണ്ടും അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തയച്ച് ഞാനും അച്ചാച്ചനും കടയിൽ കച്ചവടമായിരുന്നല്ലോ. കച്ചവടത്തിന് പോകുക ഉച്ചയ്ക്ക് രാവിലെ പള്ളി അച്ചാച്ചൻ കടയിൽ പോയി കഴിഞ്ഞ് 11-11:30 ആകുമ്പോൾ പിള്ളേരുടെ കയ്യിൽ അച്ചാച്ചൻ ചോറ് കൊടുത്തു വിടും. അത് അച്ചാച്ചൻ കടയിൽ നിന്ന് കഴിച്ച് വൈകിട്ട് വരുമ്പോൾ ചോറും കറിയും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു തിന്നും. പിള്ളേരും ഞാനും അച്ചാച്ചനും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു തിന്നും. പിന്നെ പിള്ളേർ നേരത്തെ വിശക്കുതൂതി വേണമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കും. എന്നാലും അച്ചാച്ചൻ വരുമ്പോൾ അന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആരെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. മക്കളെക്കുറിച്ചും മരുമക്കളെ പറ്റി ഒരു കുറ്റവും പറയാനില്ല. ആധുനിക യുഗത്തിലെ ഒരു പ്രതിഭാസം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളും കൂടി വളർന്നു വരുന്ന പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപൂർവമായിട്ടെങ്കിലും പല കുട്ടികളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിവാഹം ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ എനിക്ക് ആ വിവാഹം വേണ്ട എന്ന് സധൈര്യം പറയുന്ന പെൺകുട്ടികളെക്കുറിച്ചറിയാം. കാരണം ശുശ്രൂഷയുടെ മനോഭാവം അവർക്കില്ല. തൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും തൻ്റെ അമ്മയും അച്ഛനായി സ്വീകരിക്കുവാനും ആവശ്യമായ ശുശ്രൂഷയും സേവനവും അവർക്ക് ചെയ്യുവാനും ഇന്ന് മടി കാണിക്കുന്നൊരു യുഗമാണ്. അതിന് പ്രധാനമായൊരു കാരണം വീട്ടിൽ സർവതന്ത്ര സ്വതന്ത്രയായി എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിറവേറ്റപ്പെട്ടവളായി കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവരുടെ ഭർത്താവിൻ്റെ മാതാവും പിതാവും ഒരു ഭാരമായി, ഒരു തടസ്സമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെൺകുട്ടികൾ ശാഠ്യം പിടിക്കുന്നത്. ഇനി വിവാഹം ചെയ്ത് അങ്ങനെയുള്ള വീടുകളിലേക്ക് ചെന്നാൽ പോലും അവരവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവിനെ കൂട്ടി വേറെ എവിടെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാര്യവും ഇന്ന് സർവ്വഥാ ഉണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം കുദാശകൾ എന്താണെന്നും കുടുംബജീവിതം എന്താണെന്നുള്ള സ്ഥായിയായൊരു അറിവ് അവർക്കില്ല എന്നുള്ളതാണ്. തങ്ങൾക്ക് ലഭിക്കുന്ന മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ മാതാപിതാക്കന്മാർ പകരമായി ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഭർത്താവിൻ്റെ മാതാവിൻ്റെ പിതാവിനെയാണെന്നും ഉള്ള കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ്. മേൽപ്പറഞ്ഞ വസ്തുതയിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ കാണുന്ന ഒരു മനോഹര കുടുംബമാണ് വൈപ്പൂക്കാട്ടിൽ ജോർജിൻ്റെ കുടുംബം. ജോർജിൻ്റെ ഭാര്യ മിനി സൺഡേ സ്കൂൾ അധ്യാപക കൂടിയാണ്. ഈ അധ്യാപന വൃത്തിയിലും തൻ്റെ ദൗത്യം വൃത്തിയുമായി നിർവഹിക്കുന്ന കാര്യത്തിൽ അവൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. സ്വന്തം മകളെന്ന നിലയിൽ തന്നെയാണ് ജോർജിൻ്റെ പിതാവായ പിലിപ്പിയേട്ടനെ മിനി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും ഇവരുടെ നിറവേറ്റി കൊടുക്കുന്നതിൽ അവൾ ഉത്സുകയാണ്. ഒരു വീട്ടിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആർക്കും തോന്നും പിലിപ്പിയേട്ടൻ്റെ സ്വന്തം മകളാണ് മിനി എന്ന്. അത്രയേറെ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെയാണ് അവൾ പിലിപ്പിയേട്ടനെയും ഇപ്പോഴുള്ള അവളുടെ മാതാവിനെയും സഹായിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് രൂപം നൽകിയ കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭാവി കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കേണ്ട മക്കളെ രൂപപ്പെടുത്തുന്ന കുടുംബത്തെ
ദൈവമേ അനുഗ്രഹിക്കണമേ. മക്കളുടെ എല്ലാ വിധത്തിലുമുള്ള വളർച്ചയ്ക്ക് ആധാരം സന്തോഷപൂരിതമായ സമാധാനപൂരിതമായ കുടുംബാന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വസ്ഥമായ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത മാതാപിതാക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കുടുംബത്തിന് പുറത്ത് സുഖം തേടാതെ കുടുംബത്തിനുള്ളിൽ സുഖം തേടാൻ, സന്തോഷം തേടാൻ എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.